ഇത് നമ്മുടെ ലേസർ കട്ടിങ് മെഷീനാണ്. നമ്മുടെ കമ്പനിക്കുള്ള എല്ലാ പ്രൊഡക്ഷൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ഈ ഒരു മെഷീൻ, ലേസർ കട്ടിങ് എന്ന് പറയുന്നത്. ആദ്യം നമ്മളുടെ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഡിസൈനിങ്ങിലേക്കാണ് പോവുക. CAD ഡിസൈനിങ് ചെയ്ത് ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി അത് നമ്മൾ ലേസറിൻ്റെ ഹെഡ് സോഴ്സിലേക്ക് ഇടും. ആ സോഴ്സിലാണ് നമ്മൾ ആ ഫുൾ ഈ കൊടുക്കുന്ന ഡ്രോയിങ്സ് കംപ്ലീറ്റ് ഔട്ട്പുട്ടായിട്ട് വരും. അത് നമ്മുടെ മെഷീൻ എന്താണോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് വരും. 100% അക്രോസിയിൽ പക്ക ആയിട്ടാണ് നമുക്ക് മെഷീനിൽ വരുന്നത്. ഇത് നമ്മുടെ ബെൻഡിങ് മെഷീനാണ്, CNC ഓട്ടോമാറ്റിക് മെഷീനാണ്. 99% അക്രോസി കറക്റ്റായിട്ടാണ് നമുക്ക് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ പൗഡർ കോട്ടിംഗ് യൂണിറ്റ്. വരും കാലഘട്ടത്തിൻ്റെ ആവശ്യമായ പൗഡർ കോട്ടിംഗ് യൂണിറ്റ് ഞങ്ങൾ നേരത്തെ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു വിൻഡോൻ്റെ എല്ലാ കെമിക്കൽ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ കൊണ്ടുവന്ന് ഈ ബൂത്തിൽ വെച്ചിട്ടാണ് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട കളറ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇത് ഹീറ്റ് ചെയ്യുന്ന ഓവനിലേക്ക് കയറ്റും. അതിലേക്ക് നിശ്ചിത ഡിഗ്രി ചൂട് വരെ ചൂടാക്കിക്കൊണ്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് വെളിയിൽ ഇറക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമറെ ഇവിടെ നിർമ്മിക്കുന്ന മെറ്റീരിയൽസ് ഒറിജിനൽ മെറ്റീരിയൽസ് ആണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ കർത്തവ്യം. അതിനുവേണ്ടി ടാറ്റയുടെ ഗാൽവിനോയുടെ 120 GSM-ൻ്റെ 1.5 തിക്കുള്ള ടാറ്റയുടെ ഷീറ്റാണ് എന്ന് ഞങ്ങൾ ആദ്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും. എൻ്റെ പേര് സജി എന്നാണ്, കരിമ്പേലാണ് വീട്. നല്ല ടാറ്റയുടെ ഒറിജിനൽ സീലും പേര് എല്ലാം ഉള്ള ഷീറ്റ് കാണിച്ച് ബോധ്യപ്പെടുത്തി. വേറെ പ്രത്യേക ഡിസൈനിലും ഓരോ ഡിസൈനിലും ഓരോ മോഡലിലാണ് ഓർഡർ കൊടുത്തിരുന്നത്. എല്ലാ പോലെ ഞാൻ ഉദ്ദേശിച്ച നല്ല ഭംഗിയായിട്ട് കിട്ടി. കസ്റ്റമറുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ മുഖമുദ്ര.